ഏവർക്കും സിനി ലോഞ്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ അണ്ടർറേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് പരിചയപ്പെട്ടു വരികയാണ്. ഇന്നും നമുക്ക് മറ്റൊരു അണ്ടർറേറ്റഡ് മൂവി പരിചയപ്പെടാം. മഞ്ജു സാഹർ രചനയെ സംവിധാനം നിർവഹിച്ച് സണ്ണി വെയിൻ, അനന്യ, അലൻസിയർ, ഗ്രേസ് ആന്റണി, പോളി വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രമാണ് അപ്പൻ. 2022 OTT റിലീസായിട്ടായിരുന്നു ചിത്രം റിലീസായത്. സണ്ണി വെയിൻ ചെയ്യുന്ന ന്യൂൻ എന്ന കഥാപാത്രം ഒരു റബ്ബർ ടാപ്പറാണ്. അച്ഛനും അമ്മയും ഭാര്യയും മകനും അടങ്ങുന്ന ഒരു കുടുംബം. ഇട്ടിച്ചൻ എന്നാണ് സണ്ണി വെയിൻ്റെ അച്ഛൻ കഥാപാത്രം ചെയ്യുന്ന അലൻസിയറിന്റെ കഥാപാത്രത്തിന്റെ പേര്. അപ്പന്റെ പ്രവൃത്തികളും പെരുമാറ്റങ്ങളും കൊണ്ട് സഹികെട്ട അവസ്ഥയിലാണ് വീട്ടുകാരുള്ളത്. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കാണണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം. അതായത് അപ്പം മരിച്ചു കാണണമെന്നാണ് വീട്ടുകാരുടെ ആഗ്രഹം. വീട്ടുകാരുടെ മാത്രമല്ല, അപ്പൻ്റെ പ്രവൃത്തികൾ കാരണം നാട്ടുകാരും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ചില നാട്ടുകാർ അപ്പനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കിടപ്പിലാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ ഏറെക്കുറെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒത്തിരിയേറെ ശത്രുക്കളെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. എന്നാൽ അതൊക്കെ തന്നെ നമുക്ക് പ്രകടമാകുന്നത് കിടപ്പായ ശേഷമുള്ള അപ്പൻ്റെ ഓരോ പെരുമാറ്റത്തിലൂടെയാണ്. ന്യൂനിൻ്റെ വീടിൻ്റെ അയലോകത്തായി ഷീല എന്നൊരു കഥാപാത്രം താമസിക്കുന്നുണ്ട്. ഷീല എന്ന കഥാപാത്രത്തിന് ചിത്രത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് സ്പോയിലറായി പോകും. അതുകൊണ്ട് അതിനെക്കുറിച്ച് അധികം മെൻഷൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കുര്യാക്കോസ് എന്നൊരു കഥാപാത്രമുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കുര്യാക്കോസ് ആണ് ചിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് കഥാപാത്രങ്ങളെ നിങ്ങൾ സിനിമയിൽ കൂടെ തന്നെ പരിചയപ്പെടുന്നതായിരിക്കും കൂടുതൽ ഉചിതം. ഒരുപക്ഷെ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ ഒരു ചിത്രം കണ്ടവരായിരിക്കും. ചിത്രത്തിലേക്ക് വരുമ്പോൾ അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് തന്നെ പറയാം. സണ്ണി വെയിൻ ആയിക്കോട്ടെ, അലൻസിയർ ആയിക്കോട്ടെ, ഗ്രേസ് ആന്റണി ആയിക്കോട്ടെ, അനന്യ അല്ലെങ്കിൽ പോളി വർഗീസ് ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ അവരുടെ കഥാപാത്രം വളരെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഒരു തിരക്കഥയ്ക്ക് കൂടുതൽ ബലം കൊടുത്തത് ഇവരുടെ മികച്ച പ്രകടനം തന്നെയാണ്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ആ ഒരു റബ്ബർ തോട്ടവും അവിടുത്തെ അന്തരീക്ഷവും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് മനോഹരമായിട്ട് തന്നെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതിന് ചേർന്ന വിധത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടെ വന്നപ്പോൾ ചിത്രം നമുക്ക് നല്ലൊരു ഫീല് തന്നെയാണ് തരുന്നത്. ഈ ഒരു ചിത്രം ഇറങ്ങിയ സമയത്ത്, അതായത് 2022 റിവ്യൂവേഴ്സും മറ്റ് ചിത്രം കണ്ടവരൊക്കെ തന്നെ നല്ലൊരു അഭിപ്രായമായിരുന്നു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു OTT റിലീസ് ആയിട്ടും അധികം ആരിലേക്കും എത്തിപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കുന്ന സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതൊരു അണ്ടർറേറ്റഡ് ആയിട്ട് കിടക്കേണ്ട സിനിമയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് കാണാത്തവർക്ക് ചിത്രം ഒന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ചിത്രത്തിലേക്ക് വരുമ്പോൾ സണ്ണി വെയിന് നല്ലൊരു അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടിയ ഒരു ചിത്രം കൂടിയാണ് അപ്പൻ. ആ ഒരു നാട്ടുപുറത്തെ കഥാപാത്രത്തെയൊക്കെ സണ്ണി വെയിൻ മനോഹരമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോഡി ലാംഗ്വേജും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ സണ്ണി വെയിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രകടനം തന്നെയാണ് ന്യൂൻ എന്ന കഥാപാത്രത്തിൽ നിന്നും നമുക്ക് കിട്ടിയത്. ചിത്രം ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഒരുപക്ഷെ സംവിധായകൻ ചിത്രത്തെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കിയത് കൊണ്ടായിരിക്കാം ചിത്രം കൂടുതൽ ആൾക്കാരിലേക്കും എത്താൻ എന്നതാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം പിടികിട്ടിയില്ലെങ്കിൽ ചില നിരൂപകരുടെ വീഡിയോസ് നോക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ അമിത പ്രതീക്ഷയുടെ ഭാരമെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ചിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ ഒരിക്കലും ചിത്രം നിങ്ങളെ നിരാശരാക്കില്ല. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഈ ഒരു ചിത്രം ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.